Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin. Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണില്ലേ? കേൾക്കാം കേൾക്കുന്നുണ്ട് കേട്ടോ. തുറന്ന മനസ്സും സമീപനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ടീനേജുകാരി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കട്ടെ. പലപ്പോഴും ടീനേജിലേക്ക് വരുമ്പോൾ പല കുട്ടികളും ഡിഫിക്കൽട്ടായി മാറുന്നു. പാരന്റ്സും അവരും തമ്മിലുള്ള ആ ബന്ധം അത്ര സ്മൂത്ത് ആവുന്നില്ല. പല കുട്ടികളും മുറിയിൽ ഒറ്റയ്ക്കിരിക്കുക, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, പാരന്റ്സിനോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പേരൻസ് എന്താണോ പറയണത് അതിന്റെ ഓപ്പോസിറ്റ് മാത്രം ചെയ്യുക എന്നിങ്ങനെ ടീനേജുകാരെ കുറിച്ച് വളരെ ആശങ്കയിലാണ് ഇന്നത്തെ പല രക്ഷിതാക്കളും. ഒരുപക്ഷെ ആ രക്ഷിതാക്കൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവാം തന്റെ കുട്ടികള് ബെറ്റർ ആവണം എന്ന്, ഇതിൽ നിന്ന് മാറണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുള്ള വഴികൾ അറിഞ്ഞുകൂടാത്ത രക്ഷിതാക്കൾ നമുക്കിടയിൽ ഉണ്ടാവാം. ഞാൻ പല വേദികളിലും പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാരന്റിങ് ക്ലാസ് എടുക്കണമെന്ന്. അൽഹംദുലില്ലാ, ഇന്ന് അതിന് എനിക്ക് സാധിച്ചു. ഒരുപക്ഷെ ഞാൻ ആ തലത്തിലൂടെ കടന്നുപോയ ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇത്ര ആവേശത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നത്. ഏതൊരു കുട്ടിയും ടീനേജ് എന്ന കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് വരുന്നതല്ലല്ലോ. ഒരു മനുഷ്യൻ 5 വളർച്ചാ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തേത് ശൈശവം, ബാല്യം, കൗമാരം, പിന്നെ യൗവനം, വാർദ്ധക്യം. ഈ കൗമാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് പൊതുവെ ഒരു ഭയപ്പെടുന്ന ഒരു കുട്ടികളുടെ കാലഘട്ടമാണത്. തലതെറിച്ച കാലഘട്ടം എന്നാണ് അതിനെ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ രക്ഷിതാക്കള് ആശങ്കപ്പെടുന്ന ടീനേജുകാരെ ചില പ്രവർത്തികൾ പറഞ്ഞല്ലോ. അതിനൊക്കെ കാരണം അവരുടെ ബാല്യം മുതലുള്ള ഇടപെടലുകളാണ്. കുട്ടികൾ കാണിക്കുന്നത് ഒരു റിയാക്ഷൻ ആണ്. അവർക്ക് കിട്ടിയ ആക്ഷൻ അനുസരിച്ച് ആണ് പല പ്രവർത്തികളും അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വാശിയും കുറുമ്പെല്ലാം ഒറ്റയടിക്ക് വന്ന കാര്യമല്ല. അവരുടെ സമാധാന കാലത്ത്, അതായത് ബാല്യകാലത്ത് വളരെ നന്നായിട്ട് അവരെ സെറ്റ് ചെയ്താൽ, കുഴപ്പം പിടിച്ച കാലം എന്ന് വിശേഷിക്കപ്പെടുന്ന ടീനേജില് അവരെ നമുക്ക് ഒരുപാട് സമാധാനം കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഒരുപാട് രക്ഷിതാക്കള് ചെയ്യുന്ന ഒരു വിഡ്ഢിത്തരം എന്ന് പറയുന്നത്, ഈ കാലത്തുള്ള കുട്ടികളെ ഇങ്ങനെ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കാണ്. ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഒരിക്കലും അഡ്വൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അവരെ അനുസരിപ്പിക്കുന്നതിന് പകരം അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. മോളെ മോനെ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് അവരൊന്ന് ചേർത്ത് പിടിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവർക്ക് നൽകിയ എത്ര നല്ലതായിരിക്കും അത്. നമുക്ക് തന്നെ അറിയാം, ചെറുപ്പത്തില് അനുസരിപ്പിച്ച് പഠിപ്പിച്ച കുട്ടികളാണ് വലുപ്പത്തിൽ വളരെയധികം വഷളാവുന്നത്. കാരണം ആ ഒരു സമയത്ത് ചെറുപ്പത്തിൽ പേരൻസിനെ പേടിച്ചുകൊണ്ട് പല കാര്യങ്ങളും അനുസരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആ ചട്ടക്കൂടിൽ നിന്ന് അവർക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പോൾ അവർ തോന്നിയ മാതിരി ലൈഫ് എൻജോയ് ചെയ്യാണ്. നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സന്ദർഭമാണ്, ഒരു 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വഴക്ക് കൂടും. അപ്പോ പാരന്റ്സ് അത് കാണാനിടയാണ് സമയത്ത് അവരുടെ കയ്യിൽ എന്താണല്ലോ, ചട്ടകാണെങ്കിൽ ചട്ടകം, ചാർജറിന്റെ വള്ളി, ബെൽറ്റ് ഒക്കെയാണ് അവരുടെ ആയുധങ്ങള്. അപ്പോ ഇവര് തമ്മിൽ ഇങ്ങനെ അടി കൂടുമ്പോ ഇവര് തമ്മിൽ പൊട്ടിത്തെറിച്ച് നിൽക്കണം, അടി കൂടിയാണ്. അപ്പോ ഈ രക്ഷിതാവിന്റെ ഒരു വരും അവരും തമ്മിൽ പൊട്ടിത്തെറിക്കാണ്. പിന്നെ അവിടെ ആകെ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. മറിച്ച് അതിനു പകരം ആ 2 പേരും ഒന്ന് ഇരുത്തി നല്ല കാമായിട്ട് അവരോട് ഒരു ക്ഷമയോട് കൂടി, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. നമ്മളെ മക്കൾക്ക് വേണ്ടിയാണല്ലോ, അവരുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. അപ്പൊ ഒന്ന് താന്നു കൊടുക്കേണ്ടി വരും. എന്നിട്ട് 2 ആളെ ഒന്ന് ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക, നീ പറഞ്ഞ ഇതേ ആ വാക്ക് അവനോട് പറഞ്ഞതിനാ, നീ അവനോട് പറഞ്ഞ ആ വാക്ക് അവൻ നിന്നോട് തിരിച്ചു പറഞ്ഞ നിനക്കത് എത്രത്തോളം ഫീല് ചെയ്യും എന്ന് നീ ഒന്ന് ആഴത്തിലിറങ്ങി ചിന്തിച്ചു നോക്കുന്ന് പറയുമ്പോ ആ കുട്ടി സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കും. അപ്പൊ ആ കുട്ടിക്ക് ബോധ്യമാകും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അത് അവന് വിഷമമായപ്പോ നീ അത് ആവർത്തിക്കില്ല എന്ന ബോധ്യം ആ കുട്ടിക്ക് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ അവര് 2 തല്ലിയാണ്ട് ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 നമ്മളോട് ചീത്തയും പറയും. അവർ
നമ്മൾ അങ്ങോട്ടും പറയും. പിന്നെ അവിടെ ആകെ ഒരു ബഹളാണ്. നേരെ മറിച്ച് ഇത് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ക്വാളിറ്റി പാരന്റിങ് ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം. പല രക്ഷിതാക്കളും ഇങ്ങനെ ചോദിക്കും, എനിക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്? ഭക്ഷണത്തിന് ഭക്ഷണം, ഫുഡിന് ഫുഡ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ ഈ ഫുഡും ഭക്ഷണമൊക്കെ അവർക്ക് വേണം. അതിലേറെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർക്കൊരു സ്പേസ് ആണ്. അവര് കാര്യങ്ങൾ തുറന്നു പറയാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതാണ് ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുക. ഞാൻ എന്റെ ഫീലിങ്സ് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പല പേരൻസും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുട്ടികളെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോഴും അവർക്കിടയിലുള്ള ആ ടേബിൾ ടോക്കിൽ അക്കാദമിക് സ്കില്ലിനെ കുറിച്ചാണ് അവര് അപ്പോഴും സംസാരിക്കുക. അപ്പം സ്കൂൾ എങ്ങനെയാണ്, ഫ്രണ്ട്സ് എങ്ങനെയാണ്, ഓക്കെ ആണോ, ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നൊന്നല്ലായിരിക്കും അവിടെ. അപ്പോഴും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ വരും. എന്റെ പേരൻസ് എന്നെ മനസ്സിലാക്കണില്ല, എന്താ ഇവര് ഈ പഠനത്തിനെ കുറിച്ച് മാത്രം ചോദിക്കണമെന്നുള്ളൊരു ചിന്തയ്ക്ക് ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയമാണ്. അവരത് കേൾക്കാൻ നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ അവർക്കായിട്ട് നൽകുന്നതാണ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുട്ടികളെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനൊക്കെ നമ്മൾ അവർക്കായിട്ട് സമയം കൊടുക്കണം. അവരോട് ചോദിച്ചറിയണം ഓരോ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ നമ്മൾ ഗ്രേസ്ഫുൾ ആക്കണം. തോൽക്കാൻ അവരെ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിക്കണം. ജയിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഓരോ തോൽവിയും വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ഓരോ തോൽവിയും വെല്ലുവിളിയായി ഏറ്റെടുത്ത് ആ വിജയം കരസ്ഥമാക്കണം എന്നുള്ള ആ ബോധ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ആ മൂല്യവും. ഇപ്പൊ പലപ്പോഴും കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ്, സ്കൂളിലൊക്കെ ഈ പഴയ ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യണ ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോഴും വിദ്യാലയങ്ങളിലുണ്ട്. പബ്ലിക്കായിട്ട് ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിലും നിന്ന് നീപ്പിച്ചിർത്തിയാണ്ട് ആ കുട്ടീനോട് ഭയങ്കര മോശമായി ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ടീച്ചറോട് സ്വാഭാവികമായിട്ടും ദേഷ്യം വെറുപ്പും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ആ ഹിന്ദി വിഷയം എന്ന ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഹിന്ദി എന്ന വിഷയം വെറുപ്പാവുക, പിന്നെ ആ പഠിക്കണില്ല എന്നൊരു മൈൻഡൊക്കെ ആയി വരും. അപ്പോ പേരൻസ് അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ടീച്ചർക്ക് ഹിന്ദി എന്ന വിഷയത്തില് പഠിച്ച് മാർക്ക് വാങ്ങി അതിലൂടെ ആ മികവിലൂടെ തിരിച്ച് മറുപടിയായി കൊടുക്കണം എന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത്. പിന്നെ പല കുട്ടികളും ഇന്ന് ആത്മഹത്യക്ക് വിധേയാവുന്നത് അവര് എല്ലാവരും കുറ്റപ്പെടുത്തലുകളും എല്ലാതാവും. ഞാൻ ഒറ്റപ്പെട്ടായി, ഈ ഒരു പ്രശ്നം ഇന്റേത് മാത്രമാണ് എന്ന് തോന്നുമ്പോഴാണ്. ഒരു കുട്ടിക്ക് ഒരു മാർക്ക് കുറഞ്ഞെന്നുണ്ടെങ്കിൽ അത് ആ രക്ഷിതാക്കളുടെ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയോടൊപ്പം നമ്മളും ആ പ്രശ്നത്തിൽ കലരണം. ആ കുട്ടി ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് ആ തോൽവി നേരിടാൻ ആ കുട്ടി തയ്യാറാവാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്നുള്ള പ്രേരണയ്ക്ക് അത് വിധേയമാവുന്നത്. അതുപോലെ ക്യൂരിയോസിറ്റി കൊണ്ടുവരണം നമ്മൾ കുട്ടികളില്. പിന്നെ മണി മാനേജ്മെന്റ്. നമ്മൾ ഒരു സാധനം, വിലപ്പെട്ട സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇപ്പൊ തക്കാളി, പഞ്ചസാര, എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അത് കുട്ടികൾ അതിന്റെ വിലയും, ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ എന്റെ മേശപ്പുറത്ത് ഇരിക്കുന്ന ഈ സാധനങ്ങൾക്ക് എത്രത്തോളം വിലയുണ്ട്, ഇതെങ്ങനെയാണ് ഇവിടെ എത്തുന്നതും ഓരോ കുട്ടിയും മനസ്സിലാക്കണം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പിറകോട്ട് നിന്നു അവരൊന്ന് മുന്നോട്ട് നിർത്തി ആ സാധനങ്ങൾ വാങ്ങാനും കടയിലൊക്കെ അവരെ കൊണ്ടുപോവുക, എന്നിട്ട് പേ ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കറണ്ട് ബില്ല്, റേഷൻ കടയിലൊക്കെ അവരെ കൊണ്ടുപോവുക. പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ തന്നെ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തും, എനിക്ക് പൈസ എങ്ങനെയാ മര്യാദക്ക് ചെലവഴിക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പറയും. രക്ഷിതാക്കൾ ഈ സമയത്ത് ഈ കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താലേ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമല്ല. പിന്നെ പല രക്ഷിതാക്കളും പുച്ഛത്തോടു കൂടി കാണുന്നതാണ് ഈ ചെറിയ കുട്ടികളൊക്കെ സേവിങ്സ്. അനക്കെന്തിനൊക്കെ സേവിങ്സ്, അനക്ക് ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ തരുന്നില്ല ഒരു മൈൻഡാണ്. ഒരു സമയത്ത് ആ കുട്ടിയുടെ സേവിങ്സ് ആയിരിക്കും നമുക്കൊരു ആശ്വാസമാണ്. അപ്പോഴായിരിക്കും നമുക്ക് അതിന്റെയൊക്കെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയാം. അത് കുട്ടികളിൽ സേവിങ്സിനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ പലരും ചെയ്യുന്നതാണ് കുട്ടികൾ അമിതമായി സെക്യൂരിറ്റി, അത് പാടില്ല. അവര് ഫോണ് കളിച്ചോണ്ട് നിൽക്കുമ്പോ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് എന്താ അവര് കാണണതും ചെക്ക് ചെയ്യുക, അവരെ പുറകെ പോയിട്ട് ഒളിഞ്ഞു നോക്കുക, ഒരു സംശയത്തോടു കൂടി നോക്കുക, ബാഗൊക്കെ ചെക്ക്, അതെല്ലാം ആവാം, അത് വേണം
എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം. പക്ഷേ അത് അവര് കാണുന്ന രീതിയിലാവരുത്. അവരില്ലാത്ത സമയത്ത് നമുക്ക് ഫോൺ ചെക്ക് ചെയ്യാം, അവരെന്താ കണ്ടെന്ന് നോക്കാം, അവർ ബാഗ് ചെക്ക് ചെയ്യാം. പക്ഷെ അത് അവരെ മുന്നിൽ നിന്നാവുമ്പോൾ അവർക്ക് സ്വാഭാവികമായി തോന്നും, എന്താണ് എന്റെ പേരൻസിന് എന്നെ ഇത്ര വിശ്വാസമില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര മോശം ആയ കുട്ടിയാണോ അവരെ കാഴ്ചപ്പാടിൽ എന്നുള്ള ഒരു അപകർഷതാബോധം അവരിൽ ഉടലെടുക്കും. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മളെ പേരൻസ് ശ്രദ്ധിക്കണം. എമ്പതിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എല്ലാ രക്ഷിതാക്കളും പരാതി പറയാറുണ്ട്, ഞങ്ങളെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്ന്. ഞാൻ പറയട്ടെ, കുട്ടികളുടെ ലോകത്തെ മനസ്സിലാക്കണമെങ്കിലും സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഗീവ് റെസ്പെക്ട് ദാറ്റ് ടേക്ക് റെസ്പെക്ട്. റെസ്പെക്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇപ്പോ ഞാന് ഓളിന്റെ മകളാണ്, ഞാൻ ഓക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഈഗോ നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത്. അവരെ ഭാവിയാണ് തകരുന്നത്. നമ്മൾ അവരോട് മാന്യമായി പെരുമാറിയാൽ അവർ നമ്മളോട് മാന്യമായി പെരുമാറും. പിന്നെ പല രക്ഷിതാക്കൾക്കുണ്ട് ഈ ജോബ് പ്രഷർ, അവര് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള പ്രഷറൊക്കെ ആയിട്ട് അതൊക്കെ ഈ എല്ലാം കുട്ടികളുടെ അടുത്താണ് കാണിക്കുന്നത്. ദയവ് പ്ലീസ് അത് നിങ്ങളെ കുട്ടികളുടെ അടുത്ത് കാണിക്കുന്നത്, അവരെ ഭാവിയെ അത് തകർക്കണ കാര്യമാണ്. നിങ്ങളെ ജോബ് പ്രഷർ ഒന്നും ആർക്കും ഷെയർ ചെയ്യാതെ നിങ്ങൾ റിലാക്സ് ആയിട്ട് അത് നിങ്ങളിൽ തന്നെ തീർക്കുക. എത്ര കണ്ടുവരുന്ന വിഷമങ്ങളും വേദനകളും മാതാപിതാക്കള് മനസ്സിലാക്കുമ്പോഴാണ്, അതായത് അവരെ നമ്മള് എമ്പതറ്റിക് ആയിട്ട് ഇടപെടുമ്പോഴാണ് കുട്ടികളും രക്ഷിതാക്കളെ എമ്പതറ്റിക് ആയിട്ട് മനസ്സിലാക്കുക. വീട്ടിലെ വരുമാനവും കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളെ അറിഞ്ഞുകൊണ്ട് വളർത്തണം, കഷ്ടപ്പാടും എല്ലാം. ഒരു കുട്ടി ഒരു ആഗ്രഹം ആവശ്യപ്പെട്ടെങ്കിൽ അത് ഉടനെ വാങ്ങിക്കൊടുക്കാതെ കുറച്ച് വെയിറ്റ് ആക്കാനുള്ള ആ ഒരു ടൈം കൊടുക്കുക, എന്നിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതൊക്കെ കുട്ടികളെ ശീലിപ്പിക്കാം. അതുപോലെയാണ് ഈ ടീനേജ് കാലഘട്ടത്തിൽ ഒരു കുട്ടി ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും ഇമോഷണലി ആയിട്ടും ചേഞ്ച് ആവുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് പല പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വയറുവേദന, കാലുവേദന എന്നൊക്കെ അവർക്ക് ഉണ്ടാവും. ഈ സ്കൂളിലൊക്കെ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെ ആവണമെന്ന്, ഫ്രണ്ട്സിൽക്കിടയിലുള്ള കളിയാക്കൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും. എല്ലാം കൂടി ഉള്ള പ്രഷറായിട്ടും പിന്നെ ഈ വളർച്ചയുടെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ഇവര് വീട്ടിൽ വരിക. അപ്പൊ ഈ വീട്ടിൽ നിന്നുള്ള പ്രഷറും കൂടി അവരൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നമ്മള് സ്കൂൾ വിട്ട് കയറി വരുമ്പോ ഒന്ന് ഒന്ന് പാരന്റ്സ് ഒന്ന് അവരോടൊന്ന് ചിരിക്കുക, ഒന്ന് എന്താണ് വിശേഷങ്ങളൊക്കെ, സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. പലയിടത്തും അവർ വന്ന് കയറി ഇരിക്കുക, അവനാന്റെ ജോലികൾ അവൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അവര് വരുമ്പോ അവർക്കായിട്ടൊരു സമയം കണ്ടെത്തുക, വേറെ തിരക്കുകളും പണികളും ഒക്കെ മാറ്റിവെച്ച് അവരോട് അല്പം നേരം സംസാരിക്കുക. സ്കൂളത്തെ വിശേഷം, എന്തായിരുന്നു ഇന്നത്തെ ഫുഡ്, എങ്ങനെയായിരുന്നു ടീച്ചേഴ്സ്, ഇന്നത്തെ വിഷയങ്ങളൊക്കെ ഏതൊക്കെയാന്നൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചിരിക്കുക അവരോട്. പിന്നെ കുട്ടികളിൽ മോഡൽ ചെയ്യണം എമ്പതി എന്നത് അഡ്വൻസിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെ ഒന്നും ഗുണം ചെയ്യില്ല. എമ്പതി പാരന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. അവരെ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി പാരന്റ്സ് സമയം കണ്ടെത്തുന്നുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് മാതാപിതാവിന്റെ ചിന്തയിലേക്ക് പോസിറ്റീവായിട്ട് ആ കുട്ടി വരിക എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. കുട്ടികളെ അവരുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കണം നമ്മള്. ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല കുട്ടികളും സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരാണെന്ന്. അവരുടെ ശരികളിൽ സ്വന്തം ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ രക്ഷിതാക്കൾ പ്രാപ്തരാക്കണം. എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ലൈഫ് എന്നത്. ഒരു കാര്യം ശരിയെന്ന് തോന്നിയാല് ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിൽക്കാൻ കഴിയണം അവർക്ക്. സ്വാഭാവികമായി സോഷ്യലായിട്ട് നമുക്കൊക്കെ എല്ലാവരുമായി സഹകരിക്കേണ്ടി വരും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിയർ പ്രഷർ നേരിടേണ്ടി വരും അവരൊക്കെ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ അവരെ പഠിപ്പിക്കണം നമ്മള്. എന്റെ ഐഡന്റിറ്റിയും എന്റെ സെൽഫ് റെസ്പെക്റ്റും കളഞ്ഞു കുളിച്ച് എല്ലാ വാല്യൂസും കളഞ്ഞ് പിയേഴ്സ് ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസിൽ ചതിക്കുഴിയിൽ വീഴുമ്പോഴാണ് പലപ്പോഴും കുട്ടികള് മദ്യത്തിനും മയക്കുമരുന്നിലും MDMA, തീവ്രമായ പ്രണയം എന്നീ ചതിക്കുഴിയിലൊക്കെ പോകുന്നത്. കുട്ടികൾക്ക് കിട്ടേണ്ട ലാളനയും പരിഗണനയും അംഗീകാരവും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുട്ടിയും ഇത്തരം ചതിക്കുഴികളിൽ പെടുകയില്ല.
സ്നേഹവും പരിഗണനയും കിട്ടാത്തപ്പോഴാണല്ലോ ആ കിട്ടുന്ന വഴികൾ അവർ തേടിപ്പോകുക. അത്തരം സാഹചര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് സെൽഫ് റെസ്പെക്ട്. നമ്മള് സോറി ബൗണ്ടറി സെറ്റ് ചെയ്യണം. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിർവരമ്പുകൾ നിശ്ചയിക്കണം. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയി ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. നമ്മള് ജീവിതത്തിൽ ജയിച്ച എല്ലാ ആളുകളും ഒരു സെൽഫ് കൺട്രോൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു പരാതിയാണ് ശരിയായ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. മൈ ലൈഫ് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. അത് ഞാൻ പറയട്ടെ, അബ്സല്യൂട്ട്ലി ഫ്രീഡം അതൊരു റിയൽ ആയിട്ടുള്ളതല്ല. മതകാര്യങ്ങൾ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ വളരെ ഇൻസ്പയറിങ്ങിലൂടെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതായത് ഒരിക്കലും അത് ഇമ്പോസ് ചെയ്യരുത്. അള്ളാന്റെ കാരുണ്യങ്ങളായാലും നിസ്കാരത്തിനെ കുറിച്ചും എല്ലാം നമ്മൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ലളിതമായ രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ മതം തീവ്രതയോട് കൂടി അവർക്ക് പറഞ്ഞത് അത് അങ്ങനെയാണ് ശിക്ഷിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ വളരെ ലളിതമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മതവിജ്ഞാനം കുട്ടികളില് വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. കുട്ടികളിൽ നിന്ന് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആദ്യ രക്ഷിതാക്കളിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് അതുപോലെ നമ്മൾ ഈ പരീക്ഷകളിലൊക്കെ പോയി വന്നിട്ട് കുട്ടികള് മാർക്കൊക്കെ കാണിച്ചു തരുമ്പോൾ നമ്മള് അവരോട് എന്താണ് എനിക്ക് ഇത്ര മാർക്ക് പറയാൻ ഈ കമ്പയറിങ് ചെയ്യുമല്ലോ. അപ്പുറത്ത് എന്റെ മറ്റേ ഫ്രണ്ടിന് മാർക്കുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാർക്കില്ല എന്നുള്ളത് ഈ കമ്പയറിങ് അത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പാരന്റ്സിനെ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും പറ്റൂലല്ലോ. അതേപോലെ തന്നെയാണ് കുട്ടികളെ കമ്പയർ ചെയ്യണതും അവർക്കും ഇഷ്ടപ്പെടത്തില്ല. അവരെ ഒറ്റയ്ക്ക് ഇരുത്തി ഞങ്ങളെ തെറ്റുകള് തിരുത്തി തന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എല്ലാരും ഇടയിലും വെച്ച് കഴിഞ്ഞ് ഞങ്ങളെ അതായത് മറ്റു കുട്ടികളെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നത് അത് ഞങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്തതാണ്. മനുഷ്യനെ മനുഷ്യനായി കണ്ടാൽ തീരുന്ന ഒരു പ്രശ്നമുള്ളൂ. ഇത് ഒരു സിംഹക്കുട്ടി പൂച്ചക്കുട്ടി ഒന്നല്ലല്ലോ, ഒരു മനുഷ്യൻകുട്ടിയാണ്. ഇത്ര മനുഷ്യന് മനുഷ്യനായി കണ്ടാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മൾക്കിടയിൽ ഉള്ളൂ. നല്ല കുളിർമുള്ള മക്കളായി വളരാനും അതുപോലെ നല്ലൊരു പാരന്റിങ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യാനും നാദം നമുക്ക് ഏവർക്കും നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പുണ്യ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. ഈ ധന്യമായ അവസാനത്തെ പത്തില് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം നേടേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മക്കൾക്കെതിരെ അറിയാതെ പോലും പ്രാർത്ഥിക്കും. ഏവർക്കും അറിയാവുന്നതാണ് ജുറൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. അപ്പോ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളിയായി. മാഷാ അല്ലാഹ്, വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതൽ കുട്ടികളെ എങ്ങനെ പരിഗണിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം എന്ന് വളരെ ഭംഗിയായിട്ടാണ് കുട്ടികളിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരിക എന്നുള്ളത്. സത്യത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട് മാഷാ അല്ലാഹ്. ഇതിൽ പ്രത്യേകിച്ചും കൊണ്ട ഒരു പോയിന്റ് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്, അതായത് മക്കളെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പാരൻസിനെ മക്കൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലേ? ശരിക്കും നമ്മളൊന്നും ചിന്തിക്കാത്തൊരു തലത്തിലേക്കാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. വളരെ നന്നായിട്ട് ചെയ്തു. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയും. അവരുടെ ഏജിൽ തന്നെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക്
ഒരുപാട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞത്. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കിട്ടി, അനുഭൂതി കിട്ടി. തീർച്ചയായിട്ടും. ആ ക്ലാസ് എടുത്ത ആളൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആയിഷ നവ. കാണാം. വീഡിയോ ഓണാക്കിയാൽ മതിയായിരുന്നു അല്ലേ? നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. വീഡിയോ എടുത്താൽ ഒന്ന് ഓണാക്കിയാൽ മതിയായിരുന്നു.